ഹേ ഓൾ, വെൽക്കം ബാക്ക്. സോ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ജെൻഡർ പെർസ്പെക്റ്റീവ്സ് ഇൻ ലിറ്ററേച്ചറിലെ സെക്കൻഡ് ചാപ്റ്ററാണ്, ജെൻഡർ ആൻഡ് സെക്സ്. സോ ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് സെക്സും ജെൻഡറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റുകളാണ്. പക്ഷേ ഇത് ശരിക്കും സെയിം അല്ല, അവർ റിലേറ്റഡ് ആണ്, പക്ഷേ ഡിഫറെൻറ്റ് കാര്യങ്ങളാണ് അതിൽ മീൻ ചെയ്യുന്നത്. സോ എന്താണ് സെക്സ് എന്ന് നമുക്ക് നോക്കാം. സെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കലാണ്, ഇറ്റ്സ് ബേസ്ഡ് ഓൺ ക്രോമസോംസ്. സോ ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിളാണ്. സോ സെക്സ് എന്ന് വെച്ചാൽ ബയോളജിക്കൽ ആസ്പെക്ട്സ് വഴി നമ്മൾ ഫിക്സ് ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് ഫീമെയിൽ ആണെങ്കിൽ XX ക്രോമസോം, മെയിൽ ആണെങ്കിൽ XY ക്രോമസോംസ്. അതുപോലെ തന്നെ ഹോർമോൺസ് ലൈക്ക് ഈസ്ട്രജൻ ആൻഡ് ടെസ്റ്റോസ്റ്റെറോൺ, പിന്നെ ബോഡി പാർട്സ്, നമ്മുടെ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ്, ഇതൊക്കെ വെച്ചിട്ടാണ് സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ സെക്സ് എന്ന് പറഞ്ഞത് ഓൾ അബൌട്ട് ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ ഡിഫറൻസസ് ബിറ്റ്വീൻ മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. അത്രയോട് സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ. എന്താണ് ജെൻഡർ നമുക്ക് നോക്കാം. ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യൽ ആൻഡ് കൾച്ചറലാണ്. അതായത് ഒരു ആണിൻ്റെ അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ സമൂഹത്തിലുള്ള റോൾസ്, ബിഹേവിയർ, ആക്ടിവിറ്റീസ്, സൊസൈറ്റി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എക്സ്പെക്റ്റേഷൻസ്, ഇതൊക്കെയാണ് ജെൻഡറിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ സിമ്പിൾ വേർഡ്സിൽ പറയാനാണെങ്കിൽ ജെൻഡർ ഇസ് വാട്ട് സൊസൈറ്റി തിങ്സ് ഇസ് മസ്കുലൈൻ ഓർ ഫെമിനിൻ. സോ കീ ഡിഫറൻസ് ഇത്രേ ഉള്ളൂ. സെക്സ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കലാണ്, ജെൻഡർ എന്ന് വെച്ചാൽ സോഷ്യൽ ആണെങ്കിൽ സൊസൈറ്റി ഡിസൈഡ് ചെയ്യുന്നതാണ്. സോ ഇവിടെ പറയുന്നത് സൊസൈറ്റി മിക്കപ്പോഴും കൺസിഡർ ചെയ്യുന്നത് വിമണിനെ വളരെ കെയറിങ് ആയിട്ടും നർച്ചറിങ് ആയിട്ടും ഒക്കെ ആണെങ്കിൽ മെന്നിനെ വളരെ സ്ട്രോങ് ആൻഡ് ലോജിക്കലായിട്ടാണ്. സോ ഇതെന്ന് പറയുന്നത് സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ് ആണ്, അത് നാച്ചുറലി ഉണ്ടാകുന്ന ട്രൂത്ത്സ് അല്ല, അല്ലെങ്കിൽ നാച്ചുറലി ഉള്ള കാര്യമല്ല. ഇനി ജെൻഡറിൻ്റെ മെയിൻ ആസ്പെക്ട്സ് എന്തൊക്കെ നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് ജെൻഡർ ഐഡൻറ്റിറ്റി. ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് വെച്ചാൽ ഒരാൾക്ക് ഉള്ളിൽ തോന്നുന്ന കാര്യമാണ്. അതായത് അവരെ തന്നെ മെയിലായിട്ടോ ഫീമെയിലായിട്ടോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറായിട്ടോ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സംഭവമാണ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അതവരുടെ ബയോളജിക്കൽ സെക്സിനെ മാച്ച് ചെയ്യാം, മാച്ച് ചെയ്യാതിരിക്കാം. പിന്നെ വരുന്നതാണ് ജെൻഡർ എക്സ്പ്രഷൻ. അതായത് ഒരാളുടെ ജെൻഡറിനെ എങ്ങനെയാണ് പുറത്ത് കാണിക്കുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി ത്രൂ ക്ലോത്തിങ്, അല്ലെങ്കിൽ ഇടുന്ന വസ്ത്രം, അല്ലെങ്കിൽ ബിഹേവിയർ, അല്ലെങ്കിൽ അപ്പിയറൻസ്, ഇങ്ങനെ എന്തും ആവാം. സോ ഇതിലൂടെയൊക്കെ എങ്ങനെയാണ് ഒരാളുടെ ജെൻഡറിനെ എക്സ്പ്രസ് ചെയ്യുന്നത്, അതാണ് ജെൻഡർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ജെൻഡർ റോൾസ്. അതായത് ഒരു ആണല്ലെങ്കിൽ ഒരു പെണ്ണ് എങ്ങനെയായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ള സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻ, ഇതാണ് ജെൻഡർ റോൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയാനാണെങ്കിൽ മെൻ ഷുഡ് വർക്ക്, ആണുങ്ങളൊക്കെ ജോലിക്ക് പോകണം, വിമൺ എന്ത് ചെയ്യണം, വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി ഇരിക്കാം. സോ ഈ ഒരു റോൾസ് ക്രിയേറ്റ് ചെയ്തതിന് സൊസൈറ്റിയാണ്, അല്ലാതെ നേച്ചറല്ല എന്നുള്ള കാര്യമാണ്. പിന്നെ വരുന്നത് നോൺ ബൈനറി ആൻഡ് ജെൻഡർ ഡൈവേഴ്സിറ്റി. സോ നമുക്കറിയാം എല്ലാവരും ഒന്നും മെയിൽ ഓർ ഫീമെയിൽ കാറ്റഗറിയിൽ പെടുന്നില്ല. ചില ആൾക്കാർ നോൺ ബൈനറി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടാറുണ്ട്. സോ ദറ്റ് ഈസ് ജെൻഡർ ഡൈവേഴ്സിറ്റി. സോ ഇത് കാണിക്കുന്നത് ജെൻഡർ എന്ന് പറയുന്നത് ഫിക്സ്ഡ് അല്ലാതെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇതാണ് മെയിൻ ആസ്പെക്ട്സ് ഓഫ് ജെൻഡർ എന്ന് പറയുന്നത്. സോ ഇൻ കൺക്ലൂഷൻ മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ, സെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കലാണ്, ഫിക്സ്ഡ് ആണ്. ബട്ട് ജെൻഡർ ഇസ് സോഷ്യൽ ആൻഡ് ഫ്ലെക്സിബിൾ. സോ ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ഡിഫറെൻറ്റ് ഐഡൻറ്റിറ്റീസിനെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ ഇനീക്വാളിറ്റീസിനെ ചലഞ്ച് ചെയ്യാനായിട്ടും കഴിയും. അതുപോലെ സൊസൈറ്റിയിലുള്ള ഡൈവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യാനായിട്ടും ഇത് സഹായിക്കും. സോ സിമ്പിൾ ചാപ്റ്ററാണ്, ഈ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് പറഞ്ഞു പോകുന്നുള്ളൂ. സോ ഇഫ് എനി ഡൗട്ട് കമൻറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. താങ്ക് യു.